നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 14ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ടിഎയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഡിസ്കഷൻ തുടരുകയാണ്. ഇവിടെ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിഎയുടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ടിഎയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫീസേഴ്സ്. ഒരു ഓഫീസറുടെ ടി എ, അത് എന്ത് ടി എ ആയിക്കോട്ടെ, ട്രാൻസ്ഫർ ടി എ ആയിക്കോട്ടെ, ടൂർ ടി എ ആയിക്കോട്ടെ, എന്ത് ടി എ ആണെങ്കിലും ടി എ എഴുതണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത് ഗ്രേഡ് ഓഫ് ദ ഓഫീസർ ആണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫീസേഴ്സിനെ 4 വ്യത്യസ്ത ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. 4 നമ്മൾ പറയുമ്പോൾ അത് 5 തോന്നും, പക്ഷേ 4 വ്യത്യസ്ത ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഗ്രേഡുകൾ എന്ന് പറഞ്ഞാൽ പ്യുവർലി ബേസ്ഡ് ഓൺ ദ ബേസിക് പേ ഓഫ് ദ ഓഫീസർ ആൻഡ് ദിസ് ഗ്രഡേഷൻ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടി എ. മറ്റൊരു ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കില്ല. ബേസിക് പേയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഓഫീസേഴ്സിനെ, അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോണത് 11ാം ശമ്പള കമ്മീഷന്റെ ബേസിലാണ്. നമ്മൾ ഇപ്പോൾ 2-3 വർഷങ്ങളും കൂടി എക്സാംസിന് ഒരു പക്ഷേ 10ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കൂടി ചോദിച്ചുകൂടായില്ല. അതായത് ഈ 11ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അലവൻസുകളൊക്കെ പ്രാബല്യത്തിൽ വന്നത് 1/3/21 തൊട്ടാണ്. 1/3/21 തൊട്ടാണ്. അതിന്റെ മുന്നേ വരെ 10ാം ശമ്പള കമ്മീഷന്റെ ഗ്രേഡുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിലെ ഡേറ്റ് ആണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 11ാം ശമ്പള കമ്മീഷൻ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണോ അത് വരിക, അതോ ആ ഡേറ്റ് വരുന്ന ആ ഇറ 10ാം ശമ്പള കമ്മീഷന്റെ കാലഘട്ടമാണോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. 10ാം ശമ്പള കമ്മീഷന്റെ രീതിയിലുള്ള അലവൻസുകളായിരുന്നു 28/2/21 വരെ നടപ്പിലുണ്ടായിരുന്നത്. 1/3/21 തൊട്ടാണ് 11ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ അലവൻസുകളും പുതിയ കാര്യങ്ങളും നിലവിൽ വന്നത്. എക്സെപ്റ്റ് പേ ആൻഡ് ഡി എ. പേയും ഡി എയും മാത്രമാണ് 1/7/19 നിലവിൽ വന്നതെങ്കിൽ ബാക്കി 11ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച എല്ലാ അലവൻസുകളുടെയും എഫക്റ്റീവ് ഡേറ്റ് 1/3/21 തൊട്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് 11ാം ശമ്പള കമ്മീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രഡേഷൻ ആണ് ഞാൻ പറയുന്നത്. അതിൽ ഗ്രേഡ് 1 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 70,000 രൂപയോ അതിൽ കൂടുതലോ ബേസിക് പേ മാത്രമാണ്. ടൈം സ്കെയിലിനെ കുറിച്ചല്ല പറയുന്നത്, തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ടൈം സ്കെയിലിനെ കുറിച്ചല്ല. 70,000 രൂപയോ അതിൽ കൂടുതലോ ബേസിക് പേ വാങ്ങുന്ന എല്ലാ ഗവൺമെന്റ് ഓഫീസേഴ്സും ഗ്രേഡ് 1 വരും. 70,000. Those officers who are drawing a basic pay of 70,000 or greater. ഇതിപ്പോ ഇങ്ങനെ വിശദമായി ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഈ എമൗണ്ടോ ഈ ബേസിക് പേയുടെ സ്റ്റേജോ ഒന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എക്സാമിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകാവുന്ന KSR വോളിയം 1 വോളിയം 2 കൂടാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന 3ാമതൊരു കാര്യം കൂടി ഉണ്ട്. അതാണ് ഈ 11ാം ശമ്പള പരിഷ്കരണ ഉത്തരവ്. ആ 11ാം ശമ്പള പരിഷ്കരണ ഉത്തരവിന്റെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത കോപ്പി വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാം. അത് പ്രായോഗികമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് PDF അവൈലബിൾ ആണ്. ഇത് എന്താ പറയുക, നമ്മളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത്, അതിന്റെ PDF ഫോം അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ആദ്യത്തെ 2-3 പേജൊക്കെ വിട്ട് ഒരു 50ാമത്തെ പേജ് വരെയുള്ള പേജുകൾ, മൊത്തം അതിൽ 360 പേജുകളുണ്ട്. 50ാമത്തെ പേജ് വരെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് അതൊന്ന് ബൈൻഡ് ചെയ്ത് അതിലെ ഫ്രണ്ടിലും ബാക്കിലും നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് സൈൻ ചെയ്യിച്ച്
റൗണ്ട് സീൽ ചെയ്യിച്ച് അതിൽ വേണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ എഴുതാം ദിസ് ബുക്ക് കണ്ടെയ്ൻ പേജസ് 1 to 50 സീരിയലി നമ്പേർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പേജ് നമ്പറും നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഒരു ഹെഡ് ഓഫ് ദ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ചാൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാവുന്ന ഒരു പുസ്തകമാണ്. അതിൽ ഈ കാര്യം ഇത് മാത്രമല്ല, എല്ലാ അലവൻസുകളെ കുറിച്ചും എല്ലാ ടൈം സ്കെയിലുകളെ കുറിച്ചും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ആ ഒരു 50 പേജ് നിങ്ങളൊന്ന് വായിച്ച് അത് ഓരോ കാര്യങ്ങളും എവിടെയാണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ TA ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ അതിൽ നിന്ന് എക്സാമിനേഷന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരുപാട് ഉപകരിക്കുന്ന ഒരു ഭാഗമാണ് ആ കാര്യം. അപ്പോൾ അത് നിങ്ങൾ എക്സാമിന് ഇതിപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകൾ പറയുന്നത് മുഴുവൻ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ മറ്റൊന്നും ഈ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്. മറ്റൊന്നും ഇതിൽ റിസർച്ച് ചെയ്യാനോ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ഒന്നുമല്ല. എക്സാം ഓറിയന്റഡ് എന്ന് ആദ്യമേ പറഞ്ഞു. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അത് ഞാൻ ഇപ്പോഴും പറയുന്നു. ഈ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു 70% ക്വസ്റ്റ്യൻസും ഒരു 80 എന്നാണ് ഞാൻ പറയാം. ഞാൻ വീണ്ടും ഒരു 10% കുറയ്ക്കുകയാണ്. ഒരു 70% ക്വസ്റ്റ്യൻസും ഈ കവർ ചെയ്യുന്ന ഭാഗത്തു നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പൊ എന്താ പറയുന്നത്, ക്ലാസ് 1 ഓഫ് അപ്പൊ അതാ പറഞ്ഞ ഈ എമൗണ്ടോ ഈ ബേസിക് പേയുടെ സീലിംഗ് ഒന്നും പഠിക്കണ്ട. നിങ്ങൾ കൊണ്ടുപോകുന്ന ബുക്കിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിലും ഒന്ന് പറഞ്ഞു പോകാന്ന് മാത്രം. 70,000 രൂപ അതിൽ കൂടുതൽ. അവർ മാത്രമാണോ ഗ്രേഡ് 1 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ? അവർ മാത്രമല്ല. പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരുടെ PS, മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, പിന്നെ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ വരും. ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, all department heads and private secretary of ministers. ആരെ കൂടാതെ ഈ 70,000 or above ബേസിക് പേ വാങ്ങുന്നവരെ കൂടാതെ ഈ 3 പേരും കൂടി ഈ ഗ്രേഡ് 1 ക്ലാസ് 1 ഓഫീസേഴ്സിൽ വരും. അതുപോലെ ക്ലാസ് 1 കമ്മിറ്റികളുണ്ട്. ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചില ക്ലാസ് 1 കമ്മിറ്റികളുണ്ട്. ആ ക്ലാസ് 1 കമ്മിറ്റി മെമ്പർമാരും അവർ TA എഴുതുകയാണെങ്കിൽ അവർ TA ഗ്രേഡ് 1 ഓഫീസേഴ്സിനെ പോലെയാണ് കണക്കാക്കുക. ക്ലാസ് 1 കമ്മിറ്റികൾ, ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്ലാസ് 1 കമ്മിറ്റികളിലെ മെമ്പർമാർ ക്ലാസ് 1 ഓഫീസേഴ്സിന് ഈക്വലന്റ് ആണ്. രണ്ടാമത്താണ് ഗ്രേഡ് 2. ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രേഡ് 2 എന്നുള്ളത് 2 സബ് ഡിവിഷൻസ് ഉണ്ട്. 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രേഡ് 2 ഓഫീസേഴ്സിനെ. ഗ്രേഡ് 2A എന്നും ഗ്രേഡ് 2B എന്നും. ഗ്രേഡ് 2A എന്നാൽ 59,300 രൂപയോ അതിൽ കൂടുതലോ, 70,000 എത്തിക്കഴിഞ്ഞാൽ 1 ആയി, 59,300 രൂപയോ അതിൽ കൂടുതലോ ബേസിക് പേ വാങ്ങുന്നവരാണ് ഗ്രേഡ് 2A ഓഫീസേഴ്സ്. അതിൽ വേറെ ആരും വരുന്നില്ല. ബേസിക് പേയുടെ ബേസിൽ മാത്രമേ ഉള്ളൂ. 59,300 ഓർ എബവ് ബട്ട് ലെസ് ദാൻ 70,000. അതാണ് ഗ്രേഡ് 2A ഓഫീസേഴ്സ്. ഇനി ഗ്രേഡ് 2B ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 39,300. അവര് കട്ട് ഓഫ് അതാണ് 39,300 അതിൽ കൂടുതലോ. ഏതുവരെ? 59,300 വരെ. ലെസ് ദാൻ 59,300 ബട്ട് ഐദർ 39,300 ഓർ ഗ്രേറ്റർ. ആ റേഞ്ചിൽ ബേസിക് പേ വാങ്ങുന്നവരൊക്കെ ഗ്രേഡ് 2Bയിൽ വരും. അതിൽ അവർ മാത്രമല്ല, വേറൊരു കൂട്ടരും കൂടി വരും. അതാരാണ്? ഗവർണറെയോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനെയോ അക്കമ്പനി ചെയ്തുകൊണ്ട് അവരുടെ കൂടെ ഒരു ക്ലാസ് 3 ഓഫീസറോ ഒരു ക്ലാസ് 4 ഓഫീസറോ, അതായത് ഗ്രേഡ് 2Bയേക്കാൾ താഴ്ന്ന ഏതെങ്കിലും ഓഫീസേഴ്സ്, ക്ലാസ് 3 ഓഫീസർ ആവാം, ക്ലാസ് 4 ഓഫീസർ ആവാം, അവര് ഗവർണറുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ യാത്രയുമായി ബന്ധപ്പെട്ട് അവരെ അനുഗമിക്കുകയാണെങ്കിൽ ആ യാത്രയ്ക്ക് മാത്രം, അവരെ അനുഗമിക്കുന്ന യാത്രയ്ക്ക് TA എഴുതുമ്പോൾ ഈ ക്ലാസ് 3 ഓഫീസേഴ്സിനെയും ക്ലാസ് 4 ഓഫീസേഴ്സിനെയും ആരായി കണക്കാക്കും? ക്ലാസ് 2B ആയി കണക്കാക്കും. പലപ്പോഴും ചോദിച്ചിട്ടുണ്ടത്.
an officer whose basic pay is this much, ഒരു basic pay പറയും. എന്നിട്ട് accompanied a minister during his travel to Delhi. While preparing the TA bill of the officer, he is considered as dash class 4, class 3, class 2A, class 2B ഓപ്ഷൻസ് വരും. അപ്പോൾ അയാളുടെ ബേസിക് പേ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പക്ഷേ ക്ലാസ് 3 പെട്ട ആളാവും, അല്ലെങ്കിൽ ക്ലാസ് 4 പെട്ട ആളാവും. പക്ഷേ ആ യാത്രയ്ക്ക് അയാൾ TA കണക്കാക്കുക ക്ലാസ് 2B ആണ്. അതാണ് ക്ലാസ് 2Bയുടെ ഒരു പ്രത്യേകത. വെറും ബേസിക് പേ വെച്ച് മാത്രമല്ല ക്ലാസ് 2Bയിൽ ഓഫീസേഴ്സ് ഉള്ളത്. ഇങ്ങനെയുള്ളവരും ക്ലാസ് 2Bയിൽ വരും. ഇനി ക്ലാസ് 2B കഴിഞ്ഞാൽ ക്ലാസ് 3 ഓഫീസേഴ്സ്, അത് പ്യൂർലി ബേസിക് പേ ആണ്. ക്ലാസ് 3 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 25,100. 25,100 കൂടുതലോ 39,300 താഴെയോ, 25,100 അതിൽ കൂടുതലോ അല്ലെങ്കിൽ 39,300 താഴെയോ ആ റേഞ്ചിൽ ബേസിക് പേ വാങ്ങുന്നവരൊക്കെ ക്ലാസ് 3 ഓഫീസേഴ്സ് ആണ്. ഇനി ക്ലാസ് 4 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ലാസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സ് അവരെല്ലാവരും ക്ലാസ് 4 ഓഫീസേഴ്സ് ആണ്. ലെസ് ദാൻ 25,100 ബേസിക് പേ വാങ്ങുന്ന എല്ലാവരും ക്ലാസ് 4ലാണ്. ഇനി ക്ലാസ് 4 ഓഫീസേഴ്സായിട്ട് സർവീസ് കയറി ഗ്രേഡുകൾ വാങ്ങി ബേസിക് പേ ഉയർന്നു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് പ്രൊമോഷൻ കിട്ടാത്തോളം കാലം അവരുടെ ബേസിക് പേ എന്ത് തന്നെയാണെങ്കിലും ഓൾ ക്ലാസ് 4 ഓഫീസേഴ്സ് ബിലോങ്സ് ടു ഗ്രേഡ് 4 ഓഫീസേഴ്സ്. തെറ്റിക്കരുത്. ഗ്രേഡ് 4 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 25,100 കുറവ് ശമ്പളം വാങ്ങുന്ന എല്ലാവരും ഗ്രേഡ് 4 വരും. അതിപ്പോൾ LD ക്ലർക്ക് ആദ്യമായിട്ട് സർവീസ് കയറുമ്പോൾ 25,100 വരുന്നില്ല. അദ്ദേഹം ആ സമയത്ത് ക്ലാസ് 4 ആണ്. പക്ഷേ അദ്ദേഹം പിന്നീട് എന്താവും, ക്ലാസ് 3 ആയിട്ടും ക്ലാസ് 2A ആയിട്ടും 2B ആയിട്ടും 2A ആയിട്ടൊക്കെ ഉയരും. അതേസമയം 23,000 എന്ന ബേസിക് പേയിൽ ലാസ്റ്റ് ഗ്രേഡ് കയറുന്ന ഒരു ഓഫീസർ അദ്ദേഹം ഗ്രേഡൊക്കെ ഫിക്സ് ചെയ്ത് ഗ്രേഡൊക്കെ വാങ്ങിച്ച് 8 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ബേസിക് പേ ഈ ഗ്രേഡ് 4 ഓഫീസറുടെ ബേസിക് പേയുടെ സീലിംഗിനേക്കാൾ ഉയർന്ന് ഗ്രേഡ് 3യുടെ ഓഫീസേഴ്സ് റേഞ്ചിന്റെ ബേസിക് പേയിലേക്ക് എത്തിയാലും വൈൽ പ്രിപ്പയറിംഗ് TA bill all class 4 officers are treated as grade 4 officers. പ്രത്യേകം ശ്രദ്ധിക്കണം, അവര് ഗ്രേഡ് 4 ഓഫീസേഴ്സ് ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുക. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട അത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട, പേ റേഞ്ച് ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട. ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന പുസ്തകത്തിന്റെ 45-ാമത്തെ മറ്റോ പേജാണ്. ആ പേജിൽ ഇതെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അത് എക്സാമിൽ ഞാൻ പറഞ്ഞല്ലോ 20-25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ TA ചോദിക്കും. അപ്പോൾ അതിൽ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത് എഴുതാൻ കഴിയും. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ TA എന്നുള്ള ട്രാവലിംഗ് അലവൻസ് അത് 5 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 5 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്, വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് TA-ക്ക്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് TA-യുടെ 5 വ്യത്യസ്ത ഭാഗങ്ങൾ എന്നാണ്. 1, പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്, PTA എന്ന് ചുരുക്കി പറയും. PTA പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്. രണ്ടാമത്തത് പെർമനന്റ് കൺവേയൻസ് അലവൻസ് അഥവാ PCA എന്ന് പറയും. മൂന്നാമത്തത് മൈലേജ് അലവൻസ് അഥവാ MA എന്ന് പറയും. ദൂരബത്ത മൈലേജ് അലവൻസ് അഥവാ MA. നാലാമത്തത് DA ഡെയിലി അലവൻസ് അല്ലെങ്കിൽ ദിനബത്ത എന്ന് പറയും. ഡെയിലി അലവൻസ് അല്ലെങ്കിൽ ദിനബത്ത. ലാസ്റ്റ് ആണ് ആക്ച്വൽ എക്സ്പെൻസസ് അഥവാ യഥാർത്ഥ ചിലവുകൾ.
അതാണ് ആക്ച്വൽ എക്സ്പെൻസ്. ഈ 5 ഭാഗങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കുന്നതോടുകൂടി TA-യുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഓരോന്നിനെക്കുറിച്ചും വിശദമായി നമ്മൾ ചർച്ച ചെയ്യണം. അടുത്ത ക്ലാസ് ഈ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇപ്പോൾ ഈ 5 ഭാഗങ്ങൾ എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്, പെർമനന്റ് കൺവേയൻസ് അലവൻസ്, മൈലേജ് അലവൻസ്, ഡെയിലി അലവൻസ്, ആക്ച്വൽ എക്സ്പെൻസസ്. ഇതാണ് TA-യുടെ 5 ഭാഗങ്ങൾ. പ്രധാനപ്പെട്ട 5 ഭാഗങ്ങളാണ് TA-യുടെ ഈ പറഞ്ഞതൊക്കെ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളായിട്ട് പറയാം. താങ്ക് യു.